വർക്ക് ചെയ്യാനാണ്. ഇപ്പൊ ഏകദേശം ഒരു 6 months കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വേറെ ഷോപ്പിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പാർട്ട് ടൈം ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ 1-2 മാസം മുന്നേ ഉള്ള ആൾക്കാരെ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇത്ര നാളെ നിന്ന ആൾക്കാരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നുള്ള ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ കേറിയ ആളെ വരെ നമ്മൾ ട്രിപ്പിനെടുത്തു. അത് വലിയ ഒരു സന്തോഷാണ്. പിന്നെ ഇനിയിപ്പോ എന്താ പറയാ, ഞാൻ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൈബ് കിട്ടി. നമ്മള് ഒരേ ഏജുള്ള ആൾക്കാർ പോലും അല്ല, എന്നാൽ കൂടി HR ഉൾപ്പെടെ എല്ലാരും ഭയങ്കര കമ്പനിയാണ്. അടിച്ചു പൊളിച്ചു ടൂറ്, ഒന്നും പറയല്ല. തിരിച്ചു പോകുമ്പോ നല്ല സങ്കടമുണ്ട്, പക്ഷെ എന്നാലും നല്ലൊരു മെമ്മറി ആയിരുന്നു. നല്ലത് പറഞ്ഞാൽ ഒന്നും പറയല്ല, അടിപൊളി. 10ാം ക്ലാസ്സിലെ ടൂർ റൂമാണ് മറ്റേ പ്രളയം വരുന്നത് 2018. അപ്പൊ അത് കാരണം ടൂർ മുടങ്ങിപ്പോയി. പിന്നെ +2 വരുമ്പോഴാണ് കറക്റ്റ് കൊറോണ വരുന്നത്. അപ്പൊ അപ്പോഴും ടൂർ മുടങ്ങിപ്പോയി. ഇപ്പൊ ടൂറൊന്നും കയറി പോയിട്ടില്ല, ഫാമിലി ട്രിപ്പും പോയിട്ടില്ല. ജാതി തന്നെ അങ്ങനെ ടൂർ വരുന്ന ചോദിച്ചു. അപ്പൊ ടൂർ പോകാന്നുള്ള രീതിക്കായി. പക്ഷെ ലേഡീസിന് കൂടെ പറഞ്ഞു. പക്ഷെ എൻജോയ്മെന്റ് അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാവരും നല്ല കണ്ടായിരുന്നു. അപ്പൊ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡിഫറൻസ് ഒന്നും നമ്മൾ കണ്ടില്ല, അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ അങ്ങനെ ടൂർ പോയിട്ടില്ല കാര്യം. 4 വർഷമായിട്ട് നമ്മൾ ശേഷമാണ് ടൂർ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെല്ലാവരും. നമ്മളെ കുറേ ഫ്രണ്ട്സുകൾ വന്നതിന് ശേഷം നമ്മളെ ചേട്ടനീതിമാരെ പോലെ ഒത്തിരി നല്ല ഫ്രണ്ട്സുകളെ കിട്ടി. അവരൊക്കെ നല്ല കുടുംബം. നമ്മൾ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒത്തൊരുമയോട് കൂടി ഞങ്ങൾ ഇതേ കാര്യമുള്ളൂ. ഇനി അങ്ങനെ ഇതേ ആവണമെന്നാണ് ആഗ്രഹം. അതേപോലെ നല്ല 2 ഓണേഴ്സിനെ ഇങ്ങനെ ഒരാൾക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ പാർട്ടി കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടായിരുന്നു, സെറ്റിൽമെന്റ് സെക്ഷനിൽ കുട്ടിയോട് ഞങ്ങളോട് പറഞ്ഞു, ഓണപരിപാടി ചേച്ചി ഞങ്ങൾ ഇത്രയും അടിപൊളിയാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോളേജിലൊക്കെ പോലും ഇത്രയും വൈബായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എന്താണ് നിങ്ങൾ ഇത്രയൊക്കെ അടിപൊളിയാക്കി ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കുട്ടികള് ഒരുപാട് കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞു. ഓണത്തിനായാലും ഓരോ ഓണർമാരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതിനെ തുടർന്ന് അതിന് ദൈവാനുഗ്രഹം ഞങ്ങൾക്കും ഞങ്ങളുടെ ഓണേഴ്സിനും എല്ലാവിധ രീതിയിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ ഓണേഴ്സിനും എല്ലാവർക്കും സാധിക്കട്ടെ.